റാരേ റാരേ. ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മീഡിയ. ഇവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് മാ ഇന്തി ബംഗാരം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സമന്ത, ഗുൻഷൻ ദേവയ്യ, ദിഗന്ത്. അവളെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം. എന്താ കുറച്ച് പറയാനുണ്ട്. പിന്നെ ഗൗതമി ഉണ്ട്, ആനന്ദ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ അറിയാവുള്ളൂ കാസ്റ്റിംഗ് വൈസ്. പിന്നെ എന്താ പറയുക, പിന്നെ മ്യൂസിക് കമ്പോസ്ഡ് ബൈ സന്തോഷ് നാരായണൻ. അയ്യോ ഇതിൻ്റെ ഒരു കാര്യം വിട്ടുപാടേ. അയ്യോ ആരുടെ ഇത് പേര് മാറിപ്പോയല്ലോ. ഓക്കെ, ബി വി നന്ദിനി എന്ന് പറയുന്നവരാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരാളാണ്. എഡിറ്റഡ് ബൈ ധർമ്മേന്ദ്ര കക്കാറള. സ്റ്റൺസ് ഏജസ് ഗുലാബ്. കോസ്റ്റ്യൂം ഡിസൈനർ പല്ലവി സിംഗ്. ഇത്രയാണ് പടത്തെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പടം കണ്ടു ചോദിച്ചത് ഫയറിങ്. പടം നോ നെഗറ്റീവ്സ് ഇൻ ദിസ് മൂവി ആൻഡ് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ഹൈലി പോസിറ്റീവ്സ് സമന്ത. ഞാനൊരു സമന്തയുടെ കാര്യം കൂടി പറയാനുണ്ട്. എന്താ വെച്ചാൽ സമന്ത യശോദയാണെന്ന് തോന്നുന്നു ഇവർ ലാസ്റ്റ് ലീഡായിട്ട് ഇറങ്ങിയ പടം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. സമന്ത അങ്ങനെ എപ്പോഴും ലാസ്റ്റ് ഇറങ്ങിയ പടം മൂവീസ് അതെ എന്നാണ് പറയണത്, അറിയില്ല. ശകുന്തളമാണ്. ഈ രണ്ട് പടത്തിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ യശായും ശകുന്തളയും കണ്ടപ്പോൾ സത്യം പറഞ്ഞു ഇവർക്ക് ഫീമെയിൽ ഓറിയൻറ്റഡ് പടങ്ങളിൽ അഭിനയിക്കാൻ അറിയില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. അതിനിടയിൽ ഒരു ഖുഷി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നു. അത് കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു. എന്നാലും ഫീമെയിൽ ഓറിയൻറ്റഡ് പടങ്ങളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായിരിക്കും അത് ഫീമെയിൽ ഓറിയൻറ്റഡ് അല്ല ഖുഷി എന്ന് പറയുന്നത്. അതിൻ്റെ കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി തന്നിട്ടുണ്ട് ഈ സിനിമയിലൂടെ. അവർ നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസസ്, ഏജസ് ഗുലാബ്, പൊളിച്ചടുക്കി സ്റ്റൺസ്. പിന്നെ ഗോൾജൻ്റെ ഞാൻ അങ്ങനത്തെ ഞാൻ കണ്ടിരിക്കണത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാന്താരയുടെ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അത് ചെറിയൊരു നെഗറ്റീവ് ആയിരുന്നു, ചെറുതായിട്ടൊരു ക്രിഞ്ച് തോന്നിയിരുന്നു. അത് വേറെ കാര്യം. ചെറുതായിട്ടിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും പറയില്ല. അല്ലട്ടായി ചെറുതായിട്ടൊക്കെ ഒരു ക്രിഞ്ച് തോന്നി. എന്നാലും വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തത് ക്യാരക്ടർ. പക്ഷേ ഇത് എന്തോന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഹേറ്റ് സ്റ്റോറിയിലുണ്ട് കേട്ടോ പറഞ്ഞ കണക്ക്. ഞാൻ അതിൽ ആ സിനിമയുടെ കാര്യം എന്താണെന്ന് ഞാൻ മറന്നു കിടക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ മറന്നത്, സോറി. അതിന് ഇങ്ങനെ കയറുന്ന ഇത് രണ്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ആ രണ്ട് പടവും അത് അത്യാവശ്യം നല്ലൊരു പറയാനുള്ള സിനിമകളുണ്ടായിരുന്നു. നെറ്റ് സ്റ്റോറി അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതൊന്നും എനിക്ക് വലുതായിട്ട് പിടിച്ചിട്ടൊന്നുമില്ല. വേറെ കാര്യം എന്തിനോട്ട് ഇനി ഞാൻ പറയാൻ പോണത് ദിഗന്ത് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അയാളെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ പണ്ട് തുപ്പാക്കിയൊക്കെ ഇറങ്ങിയ സമയത്തൊന്നും തോന്നുന്നു നമ്മളെ വിജയ് അണ്ണൻ തലപതി വിജയ് അണ്ണൻ പരസ്യം ചെയ്യുമായിരുന്നു.
ജോസ് അലുക്കാസിൻ്റെ ആണ് അങ്ങനെ. അതിൽ അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് 3 ടൈപ്പ് എന്താ പരസ്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു പണക്കാരൻ ഡ്രൈവർ ഓടിച്ചോണ്ടിരുന്നപ്പോൾ അങ്ങേരുടെ അടുത്ത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീടെന്ന് ഓർമ്മയില്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മോള് ഇട്ട് കൊടുക്കുന്നതായിട്ട്. പിന്നെ വേറെ ഒന്ന് ഫഹദൊക്കെ ഉണ്ട് വേറൊരു ആഡിൽ. ആ ആഡിൽ വിജയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഒരു ജൂനിയർ ഫ്രണ്ടായിട്ട് ഇതിങ്ങനെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. സിനിമ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആഡ് ഓർമ്മ വരുന്നുണ്ട്. മീൻസ് ആ ആഡ് കണ്ടിട്ടുള്ളവർക്ക് മാത്രം, അല്ലാത്ത പക്ഷം ഓർമ്മ വരില്ല. അപ്പം അങ്ങനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഐഡി പോസിറ്റീവ് ഡയറക്ഷൻ സൂപ്പർ ബേബി നന്ദിനി. ഞാൻ അത് പേര് മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗൂഗിൾ അടിച്ചു നോക്കിയത്, അതൊന്നും വിചാരിക്കല്ലേ. പിന്നെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് കൊള്ളാം. പിന്നെ ഈ സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ യശോദയ്ക്ക് അക്കാലത്ത് യശോദയ്ക്ക് കിട്ടിയ അടി കാരണമാണ് ഈ സിനിമയ്ക്ക് സത്യം പറഞ്ഞ ഒരു ഹൈപ്പ് കൊടുക്കാൻ തരുന്നത്. അപ്പം അത് ഞാൻ തെറ്റിപ്പോയി. എന്തായാലും കൊള്ളാം. ഇനി ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ്സ്. മറ്റെന്താ സിനിമാറ്റോഗ്രാഫിയും അതിൽ പോസിറ്റീവായിട്ടാണ് പൊളിച്ചടുക്കി. ഓം പ്രകാശ് ഹെഡ്സ് ഓഫ്. എന്തായാലും എത്ര പറയാനുള്ളൂടെ. നിങ്ങൾ ഈ സിനിമ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സഹിക്കുക. ബൈ ബൈ. ഓൾ ദ വേൾഡ്.